ഹായ് ഫ്രണ്ട്സ്, ഡേ 8 ഓഫ് സ്റ്റാർട്ടിങ് അഫിനിറ്റി സ്യൂട്ട്സ്. നമുക്കിപ്പോൾ അത്യാവശ്യം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ തീർന്നിരിക്കുകയാണ്. സിമെൻറ്റ് പ്രൈമർ വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ടൈല് ലേ ചെയ്യുന്ന വർക്കാണ്. ടൈല് ലേ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ടൈല് ചെയ്യേണ്ട പോർഷനിൽ കറക്റ്റ് ഏരിയ നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തി എത്രയുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടണം. അതിനുശേഷം 2-3 ടൈല് ഇടുന്ന പണിക്കാരെ വിളിച്ച് കാണിച്ച് അവരിൽ നിന്ന് ഒരു കൊട്ടേഷൻ എടുക്കണം. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ടൈൽ ലേ ചെയ്യുന്നതിന് എത്ര എമൗണ്ട് എന്നുള്ള രീതിയിൽ കൊട്ടേഷൻ ഫിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ടൈൽ ഇടുന്ന ഒരാളെ ഫൈനലൈസ് ചെയ്യണം. ഈ ഫൈനലൈസ് ചെയ്ത ആളെ കൊണ്ട് ഒന്നുകൂടി ഇതിനകത്ത് മെഷർമെൻറ്റ് എടുപ്പിച്ച് അവർ തരുന്ന മെഷർമെൻറ്റ് വെച്ച് വേണം നമ്മൾ ടൈല് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ടൈലിൻ്റെ അളവ് കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ സാധ്യതയുണ്ട്. ഒരു പർട്ടിക്കുലർ ഡിസൈനുള്ള ടൈല് പർച്ചേസ് ചെയ്തതിന് ശേഷം 1-2 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ആ ഒരു സെയിം ടൈല് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചിലപ്പോൾ സാധ്യത കുറവായിരിക്കും. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിലിറ്റി ആ കടയിലുണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. പിന്നെ ടൈലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബ്രാൻഡ് ടൈലുകൾ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പല ബിൽഡിങ്ങുകൾക്കും പല ക്വാളിറ്റിയുള്ള ടൈലുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് ടൈലുകൾ ബ്രാൻഡഡ് അല്ലാത്ത ടൈലുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ടൈലിന് പൊളച്ചിലുണ്ടാവും, അതിൻ്റെ കറക്റ്റ് ഫിനിഷിംഗ് ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഷൈനസിനെയൊക്കെ ബാധിക്കാം. ഞാൻ ഇനി ഈ പ്രൊജക്റ്റ് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം കജാരിയുടെ ടൈലും അതോടൊപ്പം തന്നെ അത് കൂടാണ്ട് പല സ്ഥലങ്ങളിൽ ഗ്രാനൈറ്റുമാണ്. അപ്പോൾ നല്ല വർക്കുകളാണെങ്കിൽ അത്യാവശ്യം പൈസയ്ക്ക് പ്രശ്നം ഇല്ല, അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ബ്രാൻഡ് ടൈലുകൾ ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. കൂടാണ്ട് നമുക്ക് ടൈൽ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 3-4 ഷോപ്പുകളിൽ ചെന്നിട്ട് പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ 3x4 അല്ലെങ്കിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ സൈസിലുള്ള ടൈലിൻ്റെ കോസ്റ്റ് എപ്പോഴും കമ്പയർ ചെയ്യുക. എന്നിട്ട് ഏതാണ് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യുമായിരിക്കും ഏറ്റവും ബെസ്റ്റ്.